വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ടാറോയോട് ചോദിച്ചപ്പോൾ ഈ സ്പ്രെഡ്സാണ് വന്നത്. അപ്പം നമുക്ക് ഓരോ കാർഡ്സായിട്ട് റീഡ് ചെയ്യാം. ആദ്യത്തെ കാർഡ് 10 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് വന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബന്ധം ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജിലാണ് എന്നാണ് ടാരോ നമുക്ക് കാണിച്ചു തരുന്നത്. 10 എന്ന് പറഞ്ഞാൽ ഒരു കർമ്മ കംപ്ലീഷൻ്റെ കാർഡായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അബണ്ടൻസിനെ പറ്റിയുള്ള ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ ഈ ബന്ധം കടന്നു പോകുന്നത് എന്ന് ആണ് ഈ ടാരോ നമുക്ക് പറഞ്ഞു തരുന്നത്. കർമ്മ കംപ്ലീഷൻ സ്റ്റേജിലൂടെ ഒരു ബന്ധം കടന്നു പോകുമ്പോൾ നമ്മൾക്ക് മാനസികമായിട്ട് ഭയങ്കര വേദനയിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അപ്പോൾ അതാണ് അടുത്ത കാർഡ് കാണിച്ചത് 3 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ 3 വാൾ കുത്തിയിറക്കുന്ന വേദനയോളം നമ്മൾ സഹിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ഈ രണ്ടാമത്തെ കാർഡ് അങ്ങനെയാണ് കാണിച്ചു തരുന്നത്. മൂന്നാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ 9 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയിലാണ്. അപ്പം നമ്മളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ മനസ്സിലെ ആശ എന്ന് പറയുമ്പോൾ ഈ ലൈഫിലോട്ട് വന്ന് ചേരുന്ന വ്യക്തിയെ ഒരു കാരണവശാലും കഷ്ടപ്പെടുത്തരുത്. നല്ലതായിട്ട് പൈസയ്ക്കോ സൗകര്യങ്ങൾക്കോ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് തന്നെ നല്ല ഇതായിട്ട് കൊണ്ടുപോകണം എന്ന് ആ വ്യക്തി നല്ലതായിട്ട് ആശിക്കുന്നതുകൊണ്ടാണ് 9 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതില്ല ഇതില്ല എന്ന് ആ വ്യക്തിയോടൊരിക്കലും നമ്മൾ പറയാൻ പാടുള്ളതല്ല. അപ്പോൾ അതിനൊന്നും ഇടവരുത്താതെ ഇടവരുത്താതെ എല്ലാത്തിനും വേണ്ടത്ര ധനം നമ്മളുടെ കയ്യിൽ വേണം. അതുകൊണ്ടാണ് ഈ ബന്ധം അത്രയും ലേറ്റായിട്ട് റീയൂണിയൻ ഇതാവാതെ പോസ്റ്റ്പോണ്ടായി പോകുന്നത്. അപ്പോൾ ഇതൊരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. 9 കാർഡ് 10 കാർഡ് നമ്മുടെ റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞത് 5 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. ഇതൊരു ഹീറോ ഫാൻ, ഇതൊരു സ്പിരിച്വൽ ടൈപ്പ് റിലേഷൻഷിപ്പാണെന്നും ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. ഇതൊരു സ്പിരിച്വൽ ബന്ധമാണെന്നും ദൈവികമായ ഒരു ബന്ധമാണെന്നും ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ആ വ്യക്തിയുടെ ഉള്ളിലും കുറച്ചധികം ദൈവികമായ ഒരു ഹീലിംഗ് നടക്കുന്നതായിട്ട് ആ വ്യക്തി അനുഭവിച്ച് അറിയുന്നുമുണ്ട്. അപ്പം പുള്ളി പറഞ്ഞത് സാധാരണമായി എന്നിലേക്ക് വന്നു കൂടിയ ഒരു ബന്ധമല്ല ഇതെന്നും ദൈവമായിട്ട് കൊണ്ടുതന്ന ഒരു ബന്ധമാണ്. അപ്പോൾ ഇതിനെ നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എൻ്റെ ബാധ്യതയാണെന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. അഞ്ചാമത്തെ കാർഡായ 2 ഓഫ് പെൻറ്റക്കിളിൻ്റെ കാർഡാണ്. അപ്പോൾ പുള്ളിക്ക് ആ വ്യക്തിക്ക് 2 സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട്. ഒന്ന് ചിലപ്പോൾ ഫാമിലിയാകാം, ഒന്ന് ചിലപ്പോൾ നിങ്ങളാകാം. അപ്പം ആ 2 സിറ്റുവേഷനെയും ജഗ്ലിംഗ് ചെയ്യാനുള്ള അത്ര ഒരു പവറിലേക്ക് വന്ന ശേഷം മാത്രമേ എന്തെങ്കിലും ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റൂ എന്ന് ആ വ്യക്തി ആലോചിക്കുന്നുണ്ട്. അതോർത്ത് വിഷമിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേ ഇതിൽ കൊണ്ടുപോകണം, ഒരേ റൂട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. അപ്പോൾ ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനെ ഓർത്ത് ഭയപ്പാടോടെയാണ് നോക്കുന്നത്. എങ്ങനെ ഇവരെയൊക്കെ എല്ലാവരെയും പറഞ്ഞ് ഒരേ മാർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും എന്ന് ഇടയ്ക്കൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു വെയിറ്റിംഗ് എനർജിയാണ് അടുത്തതായിട്ട് 2 ഓഫ് വാണ്ട്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഈ കൂട്ടരെ എല്ലാം കൂട്ടി ഒരേ മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്നെങ്കിലും ഒരിക്കൽ ആ ഒരു മാർഗത്തിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ ചെന്ന് ചേരും എന്നുള്ളൊരു ദൃഢനിശ്ചയമാണ് ആ പുള്ളി ഈ ലക്ഷ്യം നോക്കി ആ ദൂരത്തേക്ക് നോക്കി ആ ലക്ഷ്യത്തിലേക്ക് നോക്കി നിൽക്കുവാണ് പുള്ളി വികാരാധീനനായി. അപ്പോൾ പുള്ളിക്ക് ഉറപ്പുണ്ട് പുതിയ തുടക്കങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടാകും എന്ന് പുള്ളി വിശ്വസിക്കുന്നുണ്ട്. ഏസ് ഓഫ് വാൻസിൻ്റെ കാർഡാണ് അടുത്തത് വന്നത്. അങ്ങനെ ആയെങ്കിൽ മാത്രമേ പുതിയ തുടക്കങ്ങൾ ഈ ലൈഫിൽ വരത്തുള്ളൂ എന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഏസ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വരുന്നതുകൊണ്ട് ഈ ബന്ധത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. ഇപ്പം
നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും എല്ലാവർക്കും അംഗീകാരം ഉള്ള ഒരു ബന്ധം ആയിരിക്കത്തില്ല ഇത്. അതിൽ ഒരു മാറ്റം വരാൻ പ്രപഞ്ചം തന്നെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നും ഉണ്ട്. അപ്പം അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പം കാറ്റിനെതിരെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് പേജ് ഓഫ് സോഴ്സ്. ആ പുള്ളിയുടെ ബുദ്ധിയിൽ 1000 ഐഡിയാസൊക്കെ ഇങ്ങനെ ഈ ബന്ധത്തെ ഇങ്ങനെ എല്ലാവരെയും ഒരേ വഞ്ചിയിൽ കൊണ്ടുപോകാനുള്ള അനേകായിരം മാർഗങ്ങൾ ഈ പുള്ളിയുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷേ അതൊന്നും പുള്ളി പ്രാവർത്തികമാക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ടെന്നാണ് പുള്ളി കരുതുന്നത്. അപ്പം അധികം താമസിയാതെ ആ വിഷയത്തെ പറ്റിയൊക്കെ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാനും ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പം ബന്ധം ഒരു വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ സാമ്പത്തികമായിട്ട് കുറേ കൂടെ ഉന്നതി വരാൻ ഇരിക്കുന്നു ആ ബന്ധത്തിൽ. ആ സാമ്പത്തികമായി ഉന്നതി വന്നതിന് ശേഷമാണ് ഈ ബന്ധം നല്ലതായി പോവുകയുള്ളൂ. പിന്നെ ആ ഒരു ജീവിതത്തിൽ ഒരുമിക്കാൻ പറ്റുകയുള്ളതെന്ന് ആ വ്യക്തി നന്നായി വിശ്വസിക്കുന്നുണ്ട്.